കണ്ട ആരും കൊതിച്ചു പോകുന്ന കിഡിലൊരു ഹൗസ് പ്ലോട്ട് കേട്ടോ. കാരണം കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായ ഒരു പ്ലോട്ടായിരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പ്രോക്സിമിറ്റിയിൽ ഉണ്ടാവും. അതായത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് KS റോഡാണ്. നമുക്കിവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂങ്കുളം ജംഗ്ഷൻ, പാച്ചല്ലൂരിൽ നിന്ന് പൂങ്കുളം പോകുന്ന മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് KS റോഡിനകത്ത് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ടോട്ടലായിട്ട് 9.5 സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ കാരണം, നമുക്ക് ഈ ഒരു KS റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. ഈ റോഡ് നേരെ ഇവിടെ നിന്ന് കയറുന്നത് കോവളത്തേക്കാണ്. ഇവിടെ ഏകദേശം 2-2.5 കിലോമീറ്ററിൽ കോവളം എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബൈപ്പാസിലേക്ക് ഈസിലി നമുക്ക് ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ്. പിള്ളേരുടെ പഠിത്തത്തിനാണെങ്കിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം സ്കൂൾസാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹോളി സ്പിരിറ്റ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രൈസ്റ്റ് നഗർ സ്കൂള്, പിന്നെ MG എഞ്ചിനീയറിംഗ് കോളേജ്, എയ്സ് കോളേജ്, ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെള്ളയാണി അഗ്രികൾച്ചറൽ കോളേജ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ പൂങ്കുളത്ത് തന്നെ ഈ KS റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനും കൂടെയാണ്. അതിനകത്ത് നല്ല കിഡിലം പ്രോപ്പർട്ടി, നല്ല അടിപൊളി, എങ്ങനെ വെച്ചാൽ വേറെ ഇങ്ങനെ സ്ലോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ടുള്ളൊരു ഹൗസ് പ്ലോട്ട്. മിസ്സാക്കല്ലേ. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തു. പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് പൂങ്കുളം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് KS റോഡ് വഴി അകത്തേക്ക് ഏകദേശം ഒരു 200-230 മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം. വലതുവശത്തായിട്ട് ഒരു ടർഫുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത്. നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് KS റോഡ് അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ടർഫ് നോക്കി വന്നാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് വലത്തോട്ട് ആർഷ ആയുർവേദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയെ കാണാം. ഈ ഒരു ടർഫിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 9.5 സെൻറ്റ് സ്ഥലമാണ്. നല്ല പക്ക കരഭൂമിയാണ്. ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി. ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. ഇതിനകത്തിപ്പോൾ ഒരു ഷെഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോറിയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കിണറുണ്ട്. നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ. ഒരു പഴയ കിണറാണ്, പക്ഷെ നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. വീടൊക്കെ വയ്ക്കാൻ നല്ല കിഡിലൻ ലൊക്കേഷനാണ്. കാരണം എന്താ, ഇവിടെ നിന്ന് നമുക്കിനി കോവളത്തേക്ക് പോകാൻ, അതായത് ഈ KS റോഡ് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കോവളത്തേക്ക് പോകാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ആർഷ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കാണിക്കുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പാറവിള ജംഗ്ഷനിൽ ചെന്നെത്താൻ സാധിക്കും. അതായത് നമ്മുടെ പാച്ചല്ലൂരിൻ്റെ അവിടെ നിന്ന്, പാച്ചല്ലൂർ എത്തണ്ട, അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കയറുന്ന ഒരു റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് ചെന്നിറങ്ങാൻ സാധിക്കും. അതാണെങ്കിൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള നല്ല കിഡിലൻ ലൊക്കേഷനാണ്. മെയിനായിട്ട് കോവളം ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്കൊരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇപ്പം വിഴിഞ്ഞം ബേസ്ഡായിട്ടും നമുക്ക് ഇതുപോലെ നല്ല പ്രോപ്പർട്ടീസിലൊക്കെ വീടുകൾ വെക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ വെച്ചാൽ ഇത് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ പണ്ടൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോകുമ്പോൾ മോഹൻലാലൊരു വീട് വാങ്ങിയിട്ടിട്ടുണ്ട്. അത് അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൈം ലൊക്കേഷനാണ്. ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 13 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഒരു സെൻറ്റിന് 13 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. ഇത്രയും നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ. നമുക്കിതിനകത്ത് പില്ലറോ അങ്ങനെ ഒന്നും അടിക്കേണ്ടി വരത്തില്ല കേട്ടോ. നല്ല ഉയർന്ന സ്ഥലമാണ്. അതുപോലെ മറ്റേ സാധാ കരിങ്കല്ലിൽ തന്നെ നമുക്കിതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്ത് വീടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അത്രയും നല്ലൊരു ലൊക്കേഷൻ. ഇവിടെ നിന്ന് ഈസിലി നമുക്ക് എയർപോർട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരുവല്ലം പിടിക്കാം. അല്ലെങ്കിൽ ബൈപ്പാസിലേക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോവളത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാറവിള ജംഗ്ഷൻ വഴിയാണെങ്കിൽ ബൈപ്പാസ് പിടിക്കാം. അവിടെ നിന്നൊക്കെ ഈസിലി എയർപോർട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. മിസ്സാക്കല്ല. പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു കാര്യം, നമുക്കിതിനകത്ത് ഒരു 2800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ പെർമിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പെർമിറ്റ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോപ്പർട്ടി വീടൊക്കെ വയ്ക്കാവുന്നതാണ്. കാരണം ഇപ്പം നമ്മൾ ഇനി അടുത്ത പെർമിറ്റിന് പോകുമ്പോഴത്തേക്ക് ഇപ്പം പെർമിറ്റിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ്. അപ്പോൾ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതിൻ്റെ നൂലാമാലകൾ ഒഴിവാക്കാം. 2800 സ്ക്വയർ ഫീറ്റിലൊരു വീടിൻ്റെ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പെർമിറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ. ഞാൻ പറഞ്ഞതുപോലെ 13 ലക്ഷം രൂപയാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില.